ഹായ് ഗൈസ്, നമ്മള് ലോക്കായി പറയും കാര്യങ്ങൾ പറഞ്ഞത്. പോലീസ് പൊക്കി. എലക്ഷന്റെ ടൈം ആയതുകൊണ്ട് അല്ലേ, ആരും പൈസ ഒന്നും എടുത്ത് ഊട്ടിക്ക് വരാൻ നിൽക്കണ്ട. ആരും പൈസ എടുത്ത് ഊട്ടിക്ക് വരണ്ട. പൈസ ഇല്ലാതെ വരാൻ പറ്റി വന്നാൽ മതി. നമ്മളറിയാതെ വന്നതിന് കുറച്ച് പൈസ പോലീസ് പിടിച്ചു. പിന്നെ ഡോക്ടർമാരാന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയാം. അതെ, 50,000 രൂപന്റെ മേലുണ്ടെങ്കിലാണ് പ്രശ്നമുള്ളൂ. 50,000 രൂപ അത്ര ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും പിന്നെ എല്ലാവരും ശ്രദ്ധിക്കാം. പക്ഷെ എന്തായാലും പിന്നെ നമ്മള് ട്രിപ്പ് അവിടെ വെച്ച് നമ്മള് സ്റ്റോപ്പ് ചെയ്തു. തിരിച്ചിറങ്ങേണ്ടി ഞങ്ങൾ ഇറങ്ങാണ്. ചായഞ്ഞ് പോണ വഴി കുടിക്കാന്ന് വിചാരിക്കണേ. ഏതെങ്കിലും ചായക്കടി പോയി ചാടിക്കാം. അപ്പൊ നമ്മള് പിന്നെ ഇലക്ഷൻ ടൈം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു പോലീസുകാർ. ഒരു 4-5 പേരുണ്ടായിരുന്നു. ഫോട്ടോ വീഡിയോ. അപ്പൊ അവര് പറഞ്ഞത് എന്താ വെച്ചാല് 50,000 കൂടുതൽ ഒരു വണ്ടിയിൽ 50,000 പറ്റുള്ളൂ പെർ ഹെഡാന്ന് നമ്മൾ വിചാരിച്ചത്. അപ്പോ ഊട്ടി ചെക്ക് പോസ്റ്റിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഊട്ടി ട്രഷറിയിൽ പോകും. പൈസക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാല് പിന്നെന്താ പറഞ്ഞ 1 വീക്ക് 2 വീക്ക് എടുക്കും. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 2 വീക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ എന്നാലും എന്തിനാണ് പൈസ കൊണ്ടേത്, എന്താണ് പൈസന്റെ പർപ്പസ്, എവിടെ അടുത്തത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ചോറിയും വലിയാവും. അപ്പൊ മാക്സിമം ആളുകൾ എന്ത് ചെയ്യാം, പോണ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമ്മള് ഇതേമാതിരി പെട്ടെന്ന് ചായ കുടിക്കാനൊക്കെ പോകുമ്പോഴുള്ള പ്രയാസങ്ങളാണ് ഉള്ളത്. ഏതായാലും ശ്രദ്ധിക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും, സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഊട്ടിച്ചായ നിലമ്പൂര് പോയി കുടിക്കേണ്ടി. ഊട്ടിച്ചായ ഇനിയിപ്പോ നിലമ്പൂരിന്ന് കുടിക്കണം. AC ഒന്ന് കൂട്ടിയിടുക. ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ പക്ഷെ എന്തായാലും ഇറങ്ങിയത് കൊണ്ട് നമ്മളെവിടെയും പോകും. അത് പോകും. രാത്രി ഞങ്ങൾ ഇതിന് ഒഴിഞ്ഞു വെച്ചതാണ്. അപ്പൊ